ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപേ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ. അദ്ദേഹം ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന്, ഒരിക്കൽ പറയുന്നത് PG ഉണ്ടെന്ന്, ഒരിക്കൽ പറയുന്നത് ഡിഗ്രി ഉണ്ടെന്ന്. ഇതിലേതാണ് വസ്തുത? ഇനി പറ, ഞാൻ കേക്കട്ടെ. അപ്പോ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. സന്ദീപ് തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പിണറായി വിജയനെ പഠിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മഞ്ജുഷേ, 100% ഞാൻ യോജിക്കുന്നു. മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങളുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല, എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. മിസ്റ്റർ വട്ടോളി, think before you talk. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഇവനാരാണ് ഈ ചാനൽ നിയന്ത്രിക്കുന്നത്? മഞ്ജുഷേ, ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ്, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഒരു സെക്കൻഡ് വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു സെക്കൻഡ്. സന്ദീപ്, അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ്, അതിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പിന്നെ നാണക്കെടുത്ത് നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.